ഹലോ, വെൽക്കം ബാക്ക്. നമുക്കിന്ന് ട്രെൻഡിങ് ആയിട്ടുള്ള ലോട്ടസ് ഇൻവിസിബിൾ ചെയിനും അതിൻ്റെ ഇയറിങ്സും എങ്ങനെ വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കുക. അതിനായിട്ട് കുറച്ച് ടൂൾസും പിന്നെ കുന്തൻ ബീഡ്സും ഗിയർ വയറും ഗിയർ ലോക്കും ഒക്കെ വേണം. പിന്നെ B7000 എന്ന് പറഞ്ഞ ഗ്ലൂ വേണം. ഇതൊക്കെ ഒരു പ്രാവശ്യം തന്നെ നമ്മൾ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഡ്രസ്സിനനുസരിച്ചോ അങ്ങനെ കോൺട്രാസ്റ്റ് ആയിട്ടൊക്കെ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി നമുക്കൊരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് വേണം. അത് പെൻഡൻസ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിൻ്റെ ബേസായിട്ട് യൂസ് ചെയ്യാനായിട്ടാണ് ഈ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് എടുക്കുന്നത്. ഇനി B7000 ഗ്ലൂ നമുക്കതിലേക്ക് ആക്കി കൊടുത്തിട്ട് കുന്തൻ ബീഡ്സ് വെച്ച് നമുക്കൊരു ലോട്ടസിൻ്റെ ഷേപ്പ് ഉണ്ടാക്കി കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് റെഡും ഗ്രീനും കുന്തൻ ബീഡ്സാണ് കേട്ടോ. ഇനി ഗ്ലൂ ആക്കി കൊടുത്തതിലേക്ക് ആദ്യം തന്നെ 3 കുന്തൻ ബീഡ്സ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി താഴത്തേക്കായിട്ട് ലീഫിൻ്റെ ഷേപ്പിൽ 3 കുന്തൻ ബീഡ്സ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ലോട്ടസിൻ്റെ ഷേപ്പ് കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ ആ 3 റെഡ് കുന്തൻ ബീഡ്സിൻ്റെ മുകളിലായിട്ട് 2 സ്റ്റോൺസും കൂടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. എന്നാലേ ലോട്ടസിൻ്റെ ഷേപ്പ് കംപ്ലീറ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇത് സ്റ്റിക്ക് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ് കേട്ടോ. ആ ഗ്ലൂവിൻ്റെ ക്യാപ്പ് വെച്ചിട്ട് തന്നെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കമ്മിൽ മുക്കി എടുത്തിട്ടുണ്ടെങ്കിൽ സ്റ്റോൺസിൽ പെട്ടെന്ന് എടുക്കാൻ പറ്റും. ഇനി നമുക്കതിലിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാനും പറ്റും. പെട്ടെന്ന് തന്നെ കഴിയുന്ന ഒരു പ്രോസസ്സാണ്. പിന്നെ കുറച്ചൊരു ക്ഷമ വേണമെന്നേ ഉള്ളൂ. കുറച്ച് കോൺസെൻട്രേറ്റഡ് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല ഭംഗിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനപ്പോൾ ഇത്രയും പെൻഡൻസാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ആ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. കത്രിക വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ തന്നെ നല്ല ഷേപ്പിൽ കിട്ടില്ല. അപ്പോൾ ആദ്യം തന്നെ ആ ട്രാൻസ്പെറൻറ്റ് ഷീറ്റിൽ നിന്ന് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. പരമാവധി സൈഡ്സൊക്കെ ഒന്ന് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ചന്ദനത്തിരി വെച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഐപ്പിന്നുമേ കുറച്ച് ബീഡ്സ് ഹാങ്ങിങ് ബീഡ്സ് വെച്ചിട്ട് അതിൽ ഒന്ന് ആ പെൻഡൻസിൽ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടാവും. കണ്ടോ, ഇങ്ങനെ അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ സ്റ്റിക്കായി കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കണം, എന്നാൽ മാത്രമേ അതിൽ പെട്ടെന്ന് സ്റ്റിക്കായി കിട്ടുള്ളൂ കേട്ടോ. ഇനി അതിൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ട്, അതായത് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് ഒരു ഐപ്പിന് മുകളിലും കൂടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പെൻഡൻറ്റ് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ എല്ലാ പെൻഡൻസും റെഡിയാക്കി എടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇയറിങ്സ് ഉണ്ടാക്കാം. ഇയറിങ്സ് ഉണ്ടാക്കാനായിട്ട് ഹാങ് ചെയ്തിടണ ഭാഗം വേണ്ട. നമ്മുടെ ഇയറിങ്സിൻ്റെ ആ ബാക്കിൽ വന്ന സ്റ്റഡ് ഉണ്ടല്ലോ, അതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ആ ഹാങ്ങിങ് ബീഡ്സ് മാത്രം വെച്ച് കൊടുത്താൽ മതി. ഇനി ഇൻവിസിബിൾ ചെയ്യുമ്പോൾ ഒരു ഗോൾഡൻ ബീഡും ഒരു നമ്മുടെ ലോട്ടസിൻ്റെ പെൻഡൻറ്റും പിന്നെ 2 സൈഡിലും ഗിയർ ലോക്കും വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ അളവിന് ഒരു ഗിയർ വയർ എടുത്തിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. സിമ്പിളാണ്. ഇനി നമുക്ക് ഫിഷ് ലോക്ക് വെച്ചിട്ട് ഒരു ലോക്കും ഉണ്ടാക്കിയെടുക്കുക. അതിനായിട്ട് നമ്മുടെ അളവിന് ഗിയർ വയർ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഒരു ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു ഫിഷ് ലോക്കും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് വലിച്ചെടുക്കുക. ഇനി ബാക്കിയുള്ള പോർഷൻ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ആ ഗിയർ ലോക്ക് ഒന്ന് ലോക്കാക്കി കൊടുക്കുക. അപ്പോൾ ഇത് എൻ്റെ മോൾക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ മാല. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക്